സന്ധ്യാസമയത്ത് നമുക്കൊരു വാക്യം ഒരു ഒരു അധ്യായം ധ്യാനിക്കാം. അത് യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള ഒരു അധ്യായമാണ്. മത്തായി ശേഷം 4-ാം അധ്യായം. യേശു എങ്ങനെ പിശാചിനോട് മല്ലിട്ട് ജയിച്ചു എന്നാണ് നമ്മളിതിനെ നോക്കാൻ പോകുന്നത്. യേശു അപ്പച്ചൻ 40 രാവും 40 പകലും 40 രാവും ഉപവസിച്ച ശേഷം യേശു മടങ്ങി വന്നു. അപ്പോൾ അവന് വിശന്നു. അപ്പോൾ പരീക്ഷകൻ ആയ പിശാച് വന്ന് പറയുക, നീ ദൈവപുത്രനാണെങ്കിൽ ഈ കല്ല് അപ്പമായി തീരാൻ കൽപ്പിക്കുക എന്ന് പറഞ്ഞു. ഉടനെ യേശു മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ജീവിക്കുന്നത്, ദൈവത്തിൻ്റെ വായിൽ കൂടി വരുന്ന സകല വചനം കൊണ്ടുമാണ് ജീവിക്കുന്നത് എന്ന് പറഞ്ഞു. പിന്നെ പിശാച് അവനെ ദേവാലയത്തിൽ കൊണ്ടുപോയി. അവിടെ നിന്ന് പറയുക, നീ ദൈവപുത്രനെങ്കിൽ നിന്നെക്കുറിച്ച് അവൻ തൻ്റെ ദൂതന്മാരോട് കൽപ്പിക്കും, നിൻ്റെ കാൽ കല്ലിൽ തട്ടാവണ്ണം അത് നിന്നെ കൈകളിൽ താങ്ങിക്കൊള്ളുവാൻ ഇരിക്കുന്നുവല്ലോ എന്ന് പറഞ്ഞു. ഉടനെ യേശുവിനോട്, നീ ദൈവമായ കർത്താവിനെ പരീക്ഷിക്കരുതെന്ന് പറഞ്ഞു. കർത്താവായ നമുക്കും പല പ്രാവശ്യങ്ങളിൽ പിശാച് പരീക്ഷിക്കാൻ കൊണ്ടുവരും, പരീക്ഷണാവസ്ഥകളെ കൊണ്ടുവരും. എന്നാൽ അവിടേക്ക് നമ്മൾ ദൈവത്താൽ സൂക്ഷിക്കപ്പെടേണ്ടതായിരിക്കുന്നു. പിന്നെ പിശാച് ഏറ്റവും ഉയർന്ന സ്ഥലമാകെ കൂട്ടിക്കൊണ്ട് വേറെ ഭാഗത്തോട്ട് സകല ജനങ്ങളെ മഹത്വത്തെ കാണിച്ച് വീണ് നമസ്കരിച്ചാൽ ഇതൊക്കെ നിനക്ക് തരാമെന്ന് പറഞ്ഞു. യേശു സാത്താനെ, എന്നെ വിട്ട് പോ എന്ന് നിന്റെ ദൈവമായ കർത്താവിനെ നമസ്കരിച്ച് അവനെ മാത്രം ആരാധിക്കാവൂ എന്ന് എഴുതിയിരിക്കുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞു. നിങ്ങൾക്ക് മനസ്സിലാവുന്നു ഞാൻ പറയുന്നത്. യേശു പിശാചിനാൽ പരീക്ഷിക്കപ്പെടുന്ന ഒരു അധ്യായമാണ് ഞാൻ വായിക്കുന്നത്. അപ്പോൾ പിശാച് അവനെ വിട്ട് പോയി. ദൂതന്മാർ വന്ന് സഹായിച്ചു. അതായത് ഈ കാലഘട്ടത്തിൽ നമ്മൾ പരീക്ഷിക്കപ്പെടാതിരിക്കാൻ നമ്മളെ തന്നെ സൂക്ഷിക്കുക. പരീക്ഷിക്കപ്പെടുന്ന അവസ്ഥ നമ്മുടെ ജീവിതത്തിൽ വരുന്നതിന് മുമ്പേ നമ്മൾ പ്രാർത്ഥിക്കുക. പരീക്ഷകൾ വരാതെ തന്നെ കാത്തോളനെ എപ്പാന്ന് പ്രാർത്ഥിക്കാം. സ്വർഗ്ഗസ്ഥനായ പിതാവേ, അത് പറയണം. സ്വർഗ്ഗസ്ഥനായ പിതാവേ, അത് നമ്മളുടെ ജീവിതത്തിൽ അനുദിന ദിവസത്തിൽ അത് പറയേണ്ടതായിട്ടുണ്ട്. ശത്രുവിനെ ജയിക്കാൻ യേശുവിൻ്റെ വചനങ്ങൾ, ശത്രുവിനെ മെതിക്കുവാൻ യേശുവിൻ്റെ വചനങ്ങൾ. ശത്രു പറഞ്ഞു, എന്തുവാ പറയുന്നത്? നീ എൻ്റെ കാലെ വീണ് നമസ്കരിക്കുക. ശത്രു വന്ന് പിശാചിന് യേശുവിൻ്റെ കാല് നമസ്കരിക്കുക. യേശു എന്താണ് പറയുന്നത്? നിൻ്റെ സാത്താനെ എന്നെ വിട്ടു, നിൻ്റെ ദൈവമായ കർത്താവിനെ മാത്രമേ ആരാധിക്കാവൂ എഴുതിയിരിക്കുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞു, ബൈബിളിൽ എഴുതിയിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞു. ഇങ്ങനെ സാത്താനെ തോൽപ്പിച്ച് യേശു അവിടെ നിന്നാണ് പറയുന്നത്. യേശപ്പച്ചൻ എത്ര നല്ല അപ്പച്ചൻ, നമ്മളെ സഹായിക്കും, നമുക്ക് ഫ്രണ്ടാണ്, നമ്മുടെ ഗൈഡാണ്, നമ്മുടെ എല്ലാം യേശപ്പച്ചനാണ്. ആമേൻ, ആമേൻ.